ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും ഇന്ന് റിലേഷൻഷിപ്പിൽ മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടുവരുന്നുണ്ട്. അഥവാ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും മറ്റുള്ള വ്യക്തികളുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ എന്താണ് ഈ മൈക്രോ ചീറ്റിംഗ്? കുറച്ച് എക്സാമ്പിളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആളുമായിട്ട് കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ആളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറത്തേക്കുള്ള ഒരു ചാറ്റിംഗ് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി അവരുമായിട്ട് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മൈക്രോ ചീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ണറോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ അറിയാതെ മറ്റൊരു ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ അവരുമായിട്ട് പ്രത്യേക മീറ്റിങ്ങുകൾ കൂടുക, അവരുമായിട്ട് സംസാരിച്ചിരിക്കുക, അഥവാ ഒരു ഡേറ്റിംഗ് ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങൾ ഹൈഡായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൈക്രോ ചീറ്റിംഗ് ആണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണർക്കുള്ള കംപ്ലയിൻസ് ഉണ്ടായിരിക്കും. അത്തരം കംപ്ലയിൻസുകളൊക്കെ നമ്മളിങ്ങനെ പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഷെയർ ചെയ്യുക. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പല കംപ്ലയിൻസുകളും ഷെയർ ചെയ്യുന്നത് ഒരു തരത്തിൽ മൈക്രോ ചീറ്റിംഗ് ആണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. താങ്ക് യു. നെക്സ്റ്റ് വൺ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോ ഒന്നും അറിയാതെ നമ്മൾ ഡേറ്റിംഗ് ആപ്പുകളിൽ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതും ഒരു മൈക്രോ ചീറ്റിംഗ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ പലരും ഉണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് തൻ്റെ പാർട്ണറോട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം, പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിനെയല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ ഹൈഡായിട്ട് അവരറിയാതെ ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ആപ്പുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ചാറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൈക്രോ ചീറ്റിംഗ് ആണ്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ എക്സുമായിട്ട് ഇപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു മൈക്രോ ചീറ്റിംഗ് ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ആരോടെങ്കിലും ക്രഷൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയോട് നല്ല രീതിയിൽ സംസാരിക്കുക, അതുപോലെ തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക, അവർക്ക് സീക്രട്ടായിട്ട് മെസ്സേജ് അയക്കുക, ഇങ്ങനെ ചെയ്യുന്നതും ഒക്കെ മൈക്രോ ചീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ തൻ്റെ പാർട്ട്ണറോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയോ ഒന്നും അറിയാതെ നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ്, പ്രൈവറ്റ് ഫോട്ടോസ് ഇതൊക്കെ മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആയ ആളുകളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷെ അവരറിയാതെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ വേറൊരു വ്യക്തി ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അവർ കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഒരു മൈക്രോ ചീറ്റിങ്ങിൻ്റെ മറ്റൊരു വശമാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ നിങ്ങളോട് നിങ്ങളുടെ സ്റ്റാറ്റസ് ചോദിക്കുന്ന സമയത്ത്, അഥവാ മാരേജ് ആണോ അല്ലേ എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ കൂടി നിങ്ങൾ സിംഗിൾ ആണെന്ന് പറയുന്നത് ഒരു മൈക്രോ ചീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ കമ്മിറ്റഡ് ആണെങ്കിൽ കൂടി ചിലപ്പോൾ അത് ഹൈഡ് ചെയ്തിട്ട് സിംഗിൾ ആണെന്ന് പറയുന്നതും ഒരു മൈക്രോ ചീറ്റിംഗ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സെക്ച്വൽ തോട്ട്സ്, നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഡിസയേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പാർട്ണർ ഉണ്ടായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ട് കൂടി ആ വ്യക്തിയോട് ഷെയർ ചെയ്യാതെ മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ ഷെയർ ചെയ്യുക, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മൈക്രോ ചീറ്റിംഗ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നന്നായിട്ട് ഇഷ്ടപ്പെടുക, അത് തൻ്റെ പാർട്ണറേക്കാൾ കൂടുതലൊക്കെ ഇഷ്ടപ്പെടുക, ആ വ്യക്തിയുടെ എല്ലാ മെസ്സേജസിനും റിപ്ലൈ കൊടുക്കുക, ആ വ്യക്തി ഇടുന്ന പോസ്റ്റുകൾക്കൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്കും അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മൈക്രോ ചീറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ലൈക്കോ കമൻറ്റോ ചെയ്യണ്ട എന്നുള്ളതല്ല ഇതർത്ഥം. പക്ഷേ ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ പാർട്ണർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കെയറും സപ്പോർട്ടും ഒക്കെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മൈക്രോ ചീറ്റിംഗ് തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, തൻ്റെ പാർട്ണറേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ
കെയറും സ്നേഹവും സപ്പോർട്ടും സ്പെഷ്യൽ അറ്റൻഷനും ഒക്കെ വേറൊരാൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത്, നിങ്ങളുടെ സമയം കൂടുതൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിലും അതൊരു മൈക്രോ ചീറ്റിംഗ് ആണ്. അത് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മൈക്രോ ചീറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങളുടെ പാർട്ണർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി അതല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് ആത്മാർത്ഥതയുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മാറാൻ വേണ്ടി ഡെയിലി ഉപയോഗിക്കേണ്ട ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾ അയച്ചു തരാം. അത് നിങ്ങൾ ഡെയിലി രാവിലെ 5 മിനിറ്റും രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റും മനസ്സിൽ പറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയും കൂടുതൽ സ്നേഹവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.